ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ അക്വേറിയത്തിൽ നിന്ന് വെള്ളം ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ ഗോൾഡ് കുട്ടന്മാരെയും ഗുറാമി കുട്ടന്മാരെയും വേറൊരു പോട്ടിലേക്ക് പോകുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്വേറിയത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. രാവിലെ ഒരു കുടം വെള്ളം ഒഴിച്ചിട്ട് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഉച്ചയാവാറായതേ ഉള്ളൂ. അപ്പോഴത്തേക്കും വെള്ളം ഈ പാകം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ മീനുകളൊക്കെ എടുത്ത് മാറ്റി വേറെ പോട്ടിലേക്ക് സെറ്റപ്പ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നു. നമുക്കത് കണ്ടാലോ. നിറയെ വെള്ളം പോയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് കൊള്ളാം, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്ന് തകർത്താനെ. ഈ ഒരു പാകത്തിലാണ് ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അതെൻ്റെ വീട്ടിലായിരുന്നു അക്വേറിയം ലീക്കായത്. അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്കാണ് ഈ മീനെയൊക്കെ എടുത്ത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഗപ്പിക്കുട്ടന്മാരുടെ ഒരു പോട്ടാണ് ഈ കാണുന്നത്. ഞാൻ ആംബുലൻസ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഗപ്പിക്കുട്ടന്മാരാകെ 3 പേര് മെയിൽസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ വേറെ സെറ്റപ്പ് ആക്കിയിട്ട് ഇവന്മാരെ നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ഈ പോട്ടിലേക്ക് തൽക്കാലം എന്നുള്ള രീതിയിലാണ് തൽക്കാലത്തേക്ക് ഞാൻ നമ്മളുടെ ഗോൾഡ് ഫിഷിനെ ഈ പോട്ടിലേക്കും ഗുറാമി കുട്ടന്മാരെ ഏഞ്ചലിൻ്റെ കൂടെയാണ് ഇടാൻ ഞാൻ പോകുന്നത്. അപ്പോൾ ഏഞ്ചൽ നേരത്തെ മുതലുള്ളത് കൊണ്ടിട്ട് ഇവന്മാരെ കൂടെ കൂട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവന്മാരോടുള്ള പ്രതികരണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം കേട്ടോ വീഡിയോയിലൂടെ. ഇവന്മാർ രണ്ടുപേരും രക്ഷയില്ല. വലയിൽ കയറാൻ വേണ്ടി തന്നെ ഒരു പാടാണ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കൈകൊണ്ട് പിടിക്കാൻ പേടിയായത് കൊണ്ടിട്ടാണ് വലയെടുത്ത് പിടിക്കുന്നത്. വലിയ മീൻ വളർത്തുകാരിയാണെന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. വലിയ തരത്തിലുള്ള മീൻ വളർത്തൊന്നുമല്ല, എന്നാലും നമ്മളൊരു ഏകദേശം ഒരു സെറ്റപ്പാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളി ആയതുകൊണ്ടിട്ടും മീൻ കൈകൊണ്ട് പിടിക്കാൻ എന്നാലും എനിക്ക് പേടിയാണ്. എന്താണെന്നറിയില്ല. അപ്പോൾ ഇവന്മാർ സെറ്റ് ആവുമെന്ന് നമുക്ക് നോക്കി കാണാം.